ഓം യേ മേ മദമിദം നിത്യ അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തെ തേപി കർമ്മഭിഃ. ഏ മാനവാഃ, ഏതു മനുഷ്യര്, മേ എന്റെ, ഇതം മതം, ഈ നിർദ്ദേശത്തെ, ശ്രദ്ധാവന്തഃ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി, അനസൂയന്തഃ അസൂയയില്ലാത്തവരായിട്ട്, നിത്യം എന്നും, അനുതിഷ്ഠന്തി അനുഷ്ഠിക്കുന്നുവോ, തേ അപി അവരും കൂടി, കർമ്മഭിഹി കാമ്യകർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന്, മുച്യന്തെ മോചിപ്പിക്കപ്പെടുന്നു. 31 കർമ്മയോഗത്തിലെ 31 ശ്ലോകമാണ്. ഈ ശ്ലോകം പഠിക്കുമ്പോൾ ഇതിൽ തെറ്റാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വളരെ ഒക്കെ നല്ല നല്ല പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാവന്തോ ന സൂയന്തോ, ഇതൊക്കെയാണ് അതിൽ കുറച്ചായിട്ടുള്ള ഒരു ഇതുള്ളത്. ഇനി നമുക്ക് 32 ശ്ലോകം കൂടി നോക്കാം. നമുക്ക് ഇന്ന് 31, 32 പഠിക്കാം. അത് വെച്ചിട്ടാണ് അങ്ങനെ പറയാൻ കഴിയും. ഇതിൽ 32 ശ്ലോകം പറയുന്നത്, ഓം യേ ത്വേദഭ്യാസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന്ന ചേതസഃ. ഏതു യാതൊരുവനാകട്ടെ, അല്ലെങ്കിൽ യാതൊരുവരാകട്ടെ, അഭ്യൂസൂയന്തഃ അസൂയാവംശന്മാരായിട്ട്, മേ എന്റെ, ഏതാത്മതം ഈ ഉദ്ദേശത്തെ, ന അനുതിഷ്ഠന്തി അനുസരിക്കുന്നില്ലയോ, സർവജ്ഞാന വിമൂഢൻ യാതൊരറിവുമില്ലാത്ത അജ്ഞനായ മൂഢരായ താൻ അവരെ, അചേതസ കൃഷ്ണാവബോധമില്ലാതെ, നഷ്ടന്മാരെന്ന് നശിച്ചവരെന്ന് വിദ്ധി നീ മനസ്സിലാക്കിയാൽ. ഇതാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തിലും വലിയ കഷ്ടപ്പാടുകളുള്ള വാക്കുകളൊന്നും തന്നെയില്ല. ഇതില് ഏ ത്വേതഭ്യ സൂയന്തോ എന്നുള്ളതാണ്. ശ്രദ്ധിച്ചാൽ മതി. ഇനി വൈദിക ജ്ഞാനത്തിന്റെ എല്ലാം, വേദജ്ഞാനങ്ങളുടെ എല്ലാം സാരസത്തയാണ് ഭഗവാൻ കൃഷ്ണന്റെ കൽപ്പന എന്ന് പറയുന്നത്. അല്ലെ, ഭഗവാൻ കൃഷ്ണൻ നമ്മോടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ സാരാംശം അത് വൈദിക ജ്ഞാനങ്ങളുടെ മുഴുവൻ സാരസത്തയാണ്. അതുകൊണ്ട് എല്ലാം ശാശ്വതമായ സത്യവുമാണ് എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനൊരു അപവാദമില്ല. ആരും ഇന്ന് വരെ അതിനൊരു കുറ്റം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കില്ല. വേദങ്ങൾ ശാശ്വതങ്ങളാണ്. അതുപോലെ കൃഷ്ണാവബോധം എന്ന സത്യവും ശാശ്വതം തന്നെ. നമ്മൾ വേദത്തെ എത്ര വിശ്വസിക്കുന്നു അത്ര നമുക്ക് കൃഷ്ണനെയും വിശ്വസിക്കും. ആ കൃഷ്ണൻ എന്ന് പറയുന്ന അവബോധം നമ്മുടെ മനസ്സിലുണ്ടായാൽ എല്ലാറ്റിനെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അവ ഭഗവാന്റെ ഈ ആജ്ഞകള് അസൂയാലേശമന്യേ വിശ്വാസപൂർവ്വം നമ്മൾ സ്വീകരിക്കണം. ഒരു അസൂയയോടെ നമ്മൾ സ്വീകരിക്കണം ഭഗവാന്റെ വാക്കുകള്. അതാണ് അതിന്റെ ഒരു തത്വാധിഷ്ഠിത യാത്ര എന്ന് പറയുന്നത്. അപ്പൊ കർമ്മങ്ങളുടെ കുരുക്കിൽ നിന്ന് തത്വജ്ഞാനികൾ എന്ന് പറയുന്ന അജ്ഞാനികൾക്ക് ഒരിക്കലും മോചനം ഉണ്ടാവില്ല. ഇത് വെറുതെ നമ്മൾ എന്തെങ്കിലും പറയാനല്ല. വിശാലമായ കാഴ്ചപ്പാടോടുകൂടി, സുന്ദരമായ ചിന്തകളോടുകൂടി നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാന്റെ കൂടെ ചേർത്ത് നിർത്താൻ സാധിക്കണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ സാരാംശം എന്ന് പറയുന്നത്.
അടിസ്ഥാനമാണത്. ആ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് കാർമ്മിക നിയമത്തിന്റെ നമുക്ക് നിറവേറ്റാനുള്ള കൽപ്പനകളെല്ലാം കാർമ്മികമായ നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കണം. നമുക്ക് ഏത് കർമ്മം ചെയ്യാനുണ്ടോ അതെല്ലാം ബന്ധനത്തിൽ നിന്ന് മുക്തി നേടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ അവിടേക്ക് അത് ബന്ധനത്തിൽ മുക്തി നേടണമെങ്കിൽ എന്ത് വേണം? കൃഷ്ണാവബോധം വേണം. തത്വത്തിൽ ഭഗവാന്റെ കൽപ്പനകളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് നിർവ്യാജ്യം പവിത്രമായ ഒരാശയത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നിർവ്യാജ്യം സാധിക്കും. പവിത്രമായ ഒരാശയത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി നമുക്ക് നിഷ്പ്രയാസം മുന്നോട്ട് പോകാൻ സാധിക്കും. 32ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അസൂയാലുക്കളായിട്ട് എന്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢന്മാരുമായി കണക്കാക്കണം എന്നല്ല. ഇവിടെ നമ്മൾ ഒരു അമൂല്യമായ ഒരു തത്വത്തെ നമ്മൾ ഇവിടെ കാണുക. അതായത് ഭഗവത് ചിന്ത എന്ന് പറയുന്നത് അത് നിരന്തരമായ ജീവിതയാത്രയുടെ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ വചനങ്ങൾ തെറ്റാണ് എന്നൊരാൾക്ക് തോന്നുമ്പോ വളരെ ശ്രദ്ധിക്കണം. അതിനോട് അസൂയാലുക്കളായിട്ടുള്ള ആളുകളെ കൊണ്ട് സമൂഹത്തിന് ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവരെ കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണവും ഇല്ല. അവരെ നമ്മൾ മൂഢന്മാരെന്ന് വിളിക്കാം, അല്ലെ? ഭഗവത് ചൈതന്യം ഒന്നും ഇല്ലാന്ന് നിരീശ്വരവാദമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ വെറുതെ മൂഢന്മാരെന്ന് വിളിക്കാൻ മാത്രമേ രക്ഷയുള്ളൂ, അല്ലെ? 97% ആളുകളും ഈശ്വരൻ ഉണ്ട് എന്ന് പറയുമ്പോ 3% മണ്ടന്മാരും ഉണ്ട് എന്ന് ചിന്തിച്ചാ മതി. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ലോക ജനതയില് 3% നിരീശ്വരവാദികളാണുള്ളത്, 97% ഈശ്വര വിശ്വാസികളാണ്. അപ്പോ ഈശ്വര വിശ്വാസികളുടെ അടുത്ത് മൂഢന്മാര് വന്ന് നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞതിനാണ്. അങ്ങനെ വരുമ്പോ അവർക്ക് ഒരിക്കലും ഒരു പൂർണ്ണത നേടാൻ കഴിയില്ല. ഈശ്വര വിശ്വാസം ഇല്ലാത്ത നിരീശ്വരവാദികളായി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയാതെ വരും. അപ്പൊ കൃഷ്ണാവബോധത്തിനരികിലുള്ള അപാകത ഇവിടെ വിവരിക്കാൻ, ഒരു ഉയർന്ന ഭരണാധികാരിയുടെ ആജ്ഞ ലംഘിക്കുമ്പോൾ അതിന് ശിക്ഷയുണ്ട്. പരമദിവ്യോത്തമ പുരുഷന്റെ ആജ്ഞ ലംഘിക്കുന്നവനും തീർച്ചയായിട്ടും ശിക്ഷയുണ്ട്. ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നാലും ശിക്ഷയുണ്ട്. ഒന്ന് ഫിസിക്കലായിട്ട് കിട്ടും, 2 ജന്മസിദ്ധമായിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് ആത്മാവിനെ കുറിച്ചോ പരബ്രഹ്മത്തെ കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ ഒന്നും അറിയാത്തവരെ മണ്ടന്മാർ എന്ന് പറയണം, മൂഢന്മാർ എന്ന് പറയണം. അവര് മൂഢന്മാര് തന്നെയാണ് താൻ. അവര് മൂഢന്മാരായി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. 33ാമത്തെ ശ്ലോകവുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും എന്റെ ആത്മപ്രണാമം.